ഹലോ ഗൈസ്, ഇതിപ്പോ നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ സംശയം അസ്തമിക്കണ സമയമായി സൂര്യൻ. അങ്ങനെ നോക്കി നോക്കി ഇത് പോയതാ ചെന്നെത്തിയപ്പം ഈ ഒരു സമയമായി ഗൈസ്. അതുകൊണ്ട് ഇരുട്ടത്ത് ഞാനിത് എവിടെയാണ് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എവിടെ പോകാന്നുള്ള പ്ലാനിങ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ സജീൻ്റെ അങ്ങോട്ടൊക്കെ പൊക്കളയാന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നൈറ്റ് വ്യൂ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നൈറ്റ് വ്യൂ കേട്ടോ. ഞങ്ങൾ ഏറ്റവും മേളത്തെ സെക്ഷനാണ് എടുത്തത്. കാരണം നമ്മൾ അത്യാവശ്യം 7 പേരുണ്ടായിരുന്നല്ലോ. അപ്പം അവിടുത്തെ ഒരു എന്താ സെറ്റപ്പ് ഒക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ചെത്തിയെടുക്കുന്ന കള്ളുണ്ട് കേട്ടോ. നല്ല മധുര കള്ള്, പിന്നെ ഫുഡ് നല്ല പോർക്കും ബീഫും കപ്പ. പോർക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല സാധനം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളപ്പോൾ നല്ല അപ്പവും ബെറോട്ടയും കപ്പയും പോർക്കും കൊഞ്ച് റോസ്റ്റ്. ഇതാണ് കൊഞ്ച് റോസ്റ്റ്. എന്ത് സൈസാണെന്നറിയാവോ? അഫോർഡബിൾ റേറ്റിലുള്ള സാധനമാണ്. ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വഴിയെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇത് അറിയണം എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ രഹസ്യമായിട്ട് പേര് പറഞ്ഞുതരാം. പക്ഷെ ഫുൾ വീഡിയോ ആയിട്ട് അവിടുത്തെ സെറ്റപ്പ് മൊത്തം ഞങ്ങൾ കാണിക്കും. കൊഞ്ചിൻ്റെ തല മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു ഫിഷ് ഫ്രൈ കൂടെ ചായാലോ. ഫിഷ് ഫ്രൈ അല്ല, നമ്മുടെ ഇലയിൽ പൊതിഞ്ഞ് ഫിഷ് കേട്ടോ. അത് അവസാനമായതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പഴുകുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള മസാല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തിന്ന് ഹെവി ആയ കാരണം ഒന്നങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതിനെ. പിന്നെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കൈ വെച്ച് തീർത്ത് കേട്ടോ. അപ്പോൾ ഇനി പോകുമ്പോൾ എന്തായാലും ഇതൊന്നും കൂടെ മസ്റ്റ് ട്രൈ ആണെന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നല്ല രീതിയിലൊന്ന് വെക്കേഷനൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ സ്വന്തം പരവൂരാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയുന്നത്.